വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 24-ഉം 25-ഉം വാക്യങ്ങൾ നമുക്ക് വളരെ പരിചിതമായ കാണാതറിയാവുന്ന വാക്യങ്ങളാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 24-25 വാക്യങ്ങൾ. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പുമണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയേയിരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും, ഇഹലോകത്തിൽ തൻ്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. ഈ ദിവസങ്ങളിലെല്ലാം കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മൾ വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള പഠനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വർഷത്തെ നമ്മുടെ കൺവെൻഷൻ്റെ പ്രധാന ചിന്താവിഷയം അതുതന്നെയാണ്. വിശുദ്ധ കുർബാന അനുരഞ്ജനത്തിൻ്റെ ആഘോഷം. ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ പറയുന്ന 2-3 കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. അടുത്ത 3 വർഷത്തിന് ഉള്ളിൽ നമ്മുടെ ഇടവകളെല്ലാം ദൈവരാജ്യത്തിൻ്റെ പതിപ്പുകളായി മാറണം. അതിനാണ് ദൈവം സഭയെ ലോകത്തിലാക്കിയിരിക്കുന്നത്. ചർച്ച് ഈസ് എ സൈൻ ആൻഡ് ദ സാക്രമെൻ്റ് ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്. ദൈവരാജ്യത്തിൻ്റെ അടയാളമാണ്, കൂദാശയാണ് സഭ. ആ ഒരു വലിയ ജീവൽ മരണ പോരാട്ടത്തിലാണ് നമ്മൾ ഈ വർഷം നമ്മുടെ പ്രാർത്ഥനകളും കൺവെൻഷനുകളും പള്ളികളിലുള്ള നമ്മുടെ ചിന്തകളും ധ്യാനങ്ങളും എല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. കേൾക്കുമ്പോൾ അത് നമുക്ക് ലളിതമായി തോന്നാം, വലിയ യത്നങ്ങൾ ആവശ്യമുള്ളതാണ് എന്ന് തോന്നണമെന്നില്ല. എന്നാൽ ദൈവരാജ്യം ലോകരാജ്യവും തമ്മിൽ വ്യത്യസ്തങ്ങളായ ധ്രുവങ്ങളിലാണ്. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവുമാണ്. ഭക്ഷണവും പാനീയമൊക്കെ ഈ വ്യാവഹാരിക ലോകവുമായി ബന്ധപ്പെട്ടതാണ്. വേൾഡ് ഓഫ് മാറ്റർ, ആൻഡ് മാറ്റർ ഈസ് നോട്ട് അൾട്ടിമേറ്റ്. മാറ്റർ ഒരിക്കലും ഭൗതിക കാര്യങ്ങൾ ആത്യന്തികമല്ല. അതുകൊണ്ടാണ് ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങൾ നമ്മൾ ഈ ലോകത്തിൽ വളർത്തേണ്ടത്. ഇതെല്ലാം ഇന്നലെയും ഞാൻ ഇവിടെ സൂചിപ്പിച്ചതാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ രാജ്യം, സ്വർഗം എന്താണെന്ന് ഭൂമിയിൽ ഈ പൊതുസമൂഹത്തിന് അറിയാനുള്ള ദൈവത്തിൻ്റെ രക്ഷയുടെ കൂടാരമാണ് ഇടവകളെല്ലാം തന്നെ. സഭ ആകമാനം നമ്മളിപ്പോൾ ഓരോ ഇടവകൾ എന്ന് പറയും. നമ്മുടെ ദേശവാസികളായിട്ടുള്ള ആളുകൾ നമ്മുടെ ഇടവകയിലെ മൂല്യങ്ങളും അവിടെയുള്ള ദൈവിക സംസർഗവും അവിടെയുള്ള ആളുകളുടെ പരസ്പര ബഹുമാനവും അവരുടെ ജീവിത ശൈലികളും അവരുടെ ധാർമ്മികതയും എല്ലാം കാണുമ്പോൾ അവർ വ്യത്യസ്തരാണ് എന്ന് ഈ സമൂഹം അവർക്ക് അനുഭവിക്കാനായിട്ട് അറിയാനായിട്ടിടയാകും. വി ആർ കോൾഡ് ടു ബി ഡിഫറെൻറ്റ് ടു മേക്ക് എ ഡിഫറൻസ് ഇൻ ദിസ് വേൾഡ്. ഈ ലോകത്തെ ദൈവത്തിൻ്റെ ലോകമാക്കാൻ ഞങ്ങൾ നിൻ്റെ കൂടെയുണ്ട് എന്ന് എഴുതി പറഞ്ഞ് നമ്മൾ വിശ്വാസത്തിൽ സമ്മതിച്ചിട്ടുള്ള ആളുകളാണ് സംസാരിക്കുന്ന ഞാനും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും. ഒരുപക്ഷെ ഇന്ന് ദൈവത്തിൻ്റെ വലിയ ദുഃഖം ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കാൻ ഒക്കുന്നില്ല എന്നുള്ളതായിരിക്കും. കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടിയും അറിയുന്നു, എന്നാൽ എൻ്റെ ജനം അറിയുന്നില്ല. ദൈവത്തിന് വേണ്ടി സൃഷ്ടിച്ചവരാണ് നമ്മളെല്ലാവരും. കാരണം നമ്മൾ ആവശ്യപ്പെട്ടോ ആഗ്രഹിച്ചോ ഈ ലോകത്തിൽ വന്നവരല്ല. ദൈവത്തിനാണ് നമ്മളെക്കുറിച്ച് പ്ലാനുള്ളത്. പക്ഷേ ദുഃഖകരമായ കാര്യം, നമ്മുടെ പ്ലാനുകളുണ്ടാക്കി അത് സാധിക്കാൻ ദൈവത്തെ പ്രേരിപ്പിക്കുകയും അത് സാധിച്ചു കിട്ടാൻ ഏതളവ് വരെയും നമ്മൾ പോവുകയും ചെയ്യുന്നവരാണ്. അതുകൊണ്ട് ഈ സന്ധിയിൽ നമുക്ക് നമ്മളോട് വിനയത്തോടെ പറയേണ്ടത്, നമുക്ക് സാധിക്കേണ്ടുന്ന കാര്യം
നമ്മളുടെ സ്വപ്നങ്ങൾ സാധിക്കാൻ ദൈവത്തെ പ്രേരിപ്പിക്കാതിരിക്കുക. ആൻഡ് പെർമിറ്റ് ഗോഡ് ടു യൂസ് അസ്. ദൈവം നമ്മളെ ഉപയോഗിക്കുവാൻ അനുവദിക്കുക. നിങ്ങൾക്കോ എനിക്കോ യാതൊരു സംശയമില്ല, ഇവിടെ ഇരിക്കുന്ന ഇത്രയും ആളുകളെ ദൈവം ഉപയോഗിക്കാൻ അനുവദിച്ചാൽ നമ്മുടെ ഭദ്രാസനം കുറച്ചുകൂടി ദൈവികമാകുമോ ഇല്ലയോ? നിങ്ങൾ ഇടയ്ക്ക് അതേ നോക്കുന്നതല്ലാണ്, എന്നെ കൂടെ ഒന്ന് നോക്കണം. അതെനിക്കൊരു സന്തോഷമാണ്. ചോദ്യങ്ങളും ചോദിക്കാം. ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും ദൈവം ഉപയോഗിക്കാൻ പൂർണ്ണമായി അനുവദിച്ചാൽ ദൈവത്തിന് നമ്മളിലൂടെ കുറച്ചുകൂടി ഈ ലോകത്തെ നന്നാക്കാൻ ഒക്കുമോ? ഒന്നിൽ ഒക്കും, അല്ലെങ്കിൽ ഇല്ല. ഒക്കും. സ്ത്രീജനങ്ങൾ, നിങ്ങളുടെ അഭിപ്രായം എന്നാ? ഒക്കും, ഒക്കണം. ഇതൊപ്പിക്കുന്നതാണ് നമ്മുടെ ക്രൈസ്തവ ധർമ്മം. സ്റ്റോപ്പ് യൂസിങ് ഗോഡ്. ദൈവത്തെ ഉപയോഗിക്കുന്നത് നമുക്ക് അവസാനിപ്പിക്കാം. ദൈവം ഉപയോഗിക്കുവാൻ നമ്മളെ അനുവദിക്കാം. ഇത് മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ കേൾക്കുമ്പോൾ വളരെ ലളിതമായിട്ട് തോന്നും. നമ്മളൊന്ന് നോക്കിക്കേ, നമ്മളുടെ കുട്ടികളെ നമ്മളുടെ സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരത്തിന് അവരെ ഉപയോഗിക്കുന്നവരാണോ? ദൈവം തൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ച് ലോകത്തെ നന്നാക്കുന്നതിന് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പ്രോപ്പർട്ടിയെ നമ്മളുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാക്കി അവരെ നമ്മുടെ ആഗ്രഹപ്രകാരം വളർത്തുന്നവരാണോ എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഇച്ചിരി ദൂരെ ഇരിക്കുന്നതുകൊണ്ട് പറയുന്നതും കേൾക്കുകയില്ല, മുഖവും നല്ല ക്ലിയർ അല്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രോപ്പർട്ടിയെ നമ്മളുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആക്കുന്നതാണ് അപകടകരവും അപഹാസ്യവും പാവവും. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം, മാർത്തോമാ സഭയിലെ കുഞ്ഞുങ്ങളെല്ലാം, ജനിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം ദൈവത്തിൻ്റെ പ്രോപ്പർട്ടിയായിട്ട് നമ്മൾ കണ്ട് അവരെ ദൈവമക്കളായി വളർത്തിയാൽ സഭ കുറച്ചുകൂടി ദൈവികമാകുമോ ഇല്ലയോ? നിങ്ങൾക്ക് കേൾക്കത്തില്ലേ? ആകുമോ ഇല്ലയോ? അത്രയും ശബ്ദത്തിലും പറയുന്നാലേ ആകണം. അപ്പോൾ അങ്ങനെ ആക്കാതിരിക്കുന്നത് ദൈവനിഷേധമാണോ ദൈവസ്നേഹമാണോ? ഇതൊന്നും നമ്മുടെ ആത്മീയതയിൽ നമ്മൾ ഗൗരവമായി എടുക്കുന്നില്ല. നമ്മളുടെ സ്വപ്നങ്ങളെല്ലാം അങ്ങ് ഉണ്ടാക്കുക, എന്നിട്ട് അത് ദൈവത്തെ നമ്മൾ ഈ യേശു ക്രിസ്തു ജനിക്കുന്ന സമയത്ത് യേശുവിൻ്റെ പിതാവായ ജോസഫിനെ കുറിച്ച് പറയുന്നത് അവൻ നീതിമാനായിരുന്നു. നീതിമാൻ ആരാണ്? നീതി ചെയ്യുന്നവൻ നീതിമാൻ. അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൽ അദ്ദേഹത്തിന് ദൈവദൂതൻ പ്രത്യക്ഷനാവുക. ഏത് വിഷയത്തെക്കുറിച്ചാണ്? തനിക്ക് വിവാഹം നിശ്ചയിച്ചിരുന്ന സ്ത്രീ ഇപ്പോൾ ഗർഭിണിയായിരിക്കുന്നു. യഹൂദ ക്രമപ്രകാരം കല്ലെറിഞ്ഞ് കൊല്ലണമെന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷനായിട്ട് ഈ ജോസഫിനോട് പറയുന്നു, ജോസഫേ, നീ നിൻ്റെ ഭാര്യയെ ചേർത്ത് കൊള്ളണം, അവളിൽ ഉൽപ്പാദിതമായിരിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവിനാലാകുന്നുവെന്ന്. അതിൻ്റെ ലളിതമായ അർത്ഥം എന്താണ്? നിൻ്റെ സ്വപ്നങ്ങളെ ദൈവത്തിൻ്റെ സ്വപ്നത്തിന് നീ കീഴ്പ്പെടുത്തുമ്പോൾ നിന്നിലൂടെ ഈ ലോകത്തിലേക്ക് വരുന്ന ഈ പൈതൽ ലോകരക്ഷകനായിട്ട് തീരും. എല്ലാ കുഞ്ഞുങ്ങളും യേശുവിനെ പോലെ ലോകത്തെ രക്ഷിക്കാൻ ദൈവം അയക്കുന്നതാണ്. എന്നാൽ മറിയയും യോസഫും ദൈവം അവർക്ക് കൊടുത്ത പൈതലിനെ ദൈവത്തിൻ്റെ പ്രോപ്പർട്ടിയായിട്ട് വളർത്തി ലോകത്തിൻ്റെ അനുഗ്രഹത്തിനായിട്ട് അയച്ചപ്പോൾ ആ മകൻ ലോകത്തിൻ്റെ രക്ഷകനായിട്ട് തീർന്നു. ഇവിടെ ഇരിക്കുന്ന സ്ത്രീജനങ്ങൾ ഒന്നുകൂടെ തന്നെ നോക്കുക. നമ്മളുടെ മക്കളെയും കൊച്ചുമക്കളെയും യേശുവിനെ മറിയ വളർത്തി എടുത്തതുപോലെ പൊതുനന്മയ്ക്കും ദൈവത്തിൻ്റെ ഇഷ്ടം നിർവഹിക്കാനായിട്ട് സമർപ്പിക്കേണ്ടതല്ലേ? ആണോ ഇല്ലയോ? ആണ്. അതുകൊണ്ട് ഇതൊന്നും നിങ്ങൾ എത്രമാത്രം എനിക്ക് പറഞ്ഞ് ഫലിപ്പിക്കാൻ ഒക്കുന്നു എന്ന് എനിക്കറിയാൻ പാടില്ല. ഇതൊക്കെ അതീവ ഗൗരവമായ ആത്മീയ പ്രശ്നങ്ങളല്ലേ? അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞു, ദൈവത്തിൻ്റെ ദുഃഖം എന്ന് പറയുന്നത് ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കാൻ ഒക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്ന് നമുക്ക് തീരുമാനിക്കേണ്ട കാര്യം, ദൈവമേ, നിനക്ക് ഞങ്ങളെ ഉപയോഗിക്കാം. We are surrendering our life so much so you can use us for your glory. ഇത് നമുക്ക് സാധിക്കും. അപ്പോൾ ഇതൊന്നും നമുക്ക് വിശദീകരിക്കേണ്ടി വരും. അങ്ങനെ ജീവിക്കുന്ന ആളുകളാണ് ഈ ലോകത്തിൽ ദൈവത്തിന് ഉപയോഗിക്കാൻ ഒക്കുന്നത്. അതിന് അടിസ്ഥാനപരമായ
ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിത്തറകളാണ് നമ്മൾ വായിക്കുന്ന ഓരോരോ വേദഭാഗങ്ങൾ. അതിലൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മൾ വായിച്ചത്. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ തനിയേ ഇരിക്കും. തനിയെ, ആ വാക്ക് പ്രധാനപ്പെട്ട, തനിയേ ഇരിക്കും. ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാവും. അതുകൊണ്ട് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ എനിക്ക് കൊണ്ടുവരാനുള്ളത്, നമുക്ക് ഈ ഒരു ദർശനം നമുക്ക് ശക്തിപ്പെടുത്തിയെടുക്കേണ്ടതായിട്ടുണ്ട്. എന്താണ് നമുക്ക് ശക്തിപ്പെടുത്തിയെടുക്കാനായിട്ടുള്ളത്? നമ്മളുടെ ഒരു ഗ്രെയിനിൽ നിന്ന്, ഒരു ഗോതമ്പ് മണിയിൽ നിന്ന് ഒരു വലിയ ഹാർവസ്റ്റ് ഉണ്ടാകുക ഇല്ലേ? ഒരു ചെറിയ വിത്തിൽ നിന്ന്, ഒരു മണിയിൽ നിന്ന് ഒരു വലിയ കൊയ്ത്തുണ്ടാകുക. അതുകൊണ്ട് വിത്തിൽ നിന്ന് കൊയ്ത്തിലേക്കുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതം. ഒരു വിത്ത് തനിയെ ഇരുന്നാൽ അത് ചത്തുപോവുകയാണ്. കുറേ നാൾ പത്തായത്തിൽ കിടക്കുകയാണെങ്കിൽ അത് ഉളുത്തു പോകുമെന്ന് അങ്ങനെ ഒരു വാക്കില്ലേ, ഉളുത്തു പോവുക, പ്രയോജനമില്ലാതെ. ക്രിസോസ്റ്റം തിരുമേനി കുട്ടികളോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇവിടെ പ്രസക്തമാണെന്ന് തോന്നുന്നു. ഒരു ചക്കക്കുരുവിൽ എത്ര പ്ലാവുണ്ട്? നമുക്ക് അതിന് ഉത്തരം പറയാവുന്ന കാര്യമല്ല. ഒരു ചക്കക്കുരുവിൽ നിന്ന് പിന്നെ ഇൻഫിനിറ്റാണ്. ഒരു പ്ലാവുണ്ടാകുന്നു, ആ പ്ലാവ് മുഴുക്ക ചക്ക, ആ ചക്കയിൽ നിന്ന് വീണ്ടും പ്ലാവ്, ഇറ്റ് ഈസ് ഇൻഫിനിറ്റ്. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ വിശ്വസിക്കണം, ഗോതമ്പ് മണി തനിയെ ഇരുന്നാൽ അത് ചത്തുപോകും. ഗോതമ്പ് മണി ചാകാൻ അനുവദിച്ചാൽ അത് കൊയ്ത്തായി തീരും. ഒരു കൊയ്ത്താകാമെന്നിരിക്കെ ഒരു മണിയായി അവസാനിക്കുന്നതല്ലേ ഒരു മനുഷ്യായുസിൻ്റെ ഏറ്റവും വലിയ ദുര്യോഗം എന്ന് പറയുന്നത്. ഇവിടെ ഇരിക്കുന്ന സാർമാരെ, ഒരു മണിയായി ജീവിതത്തെ അധപതിപ്പിക്കുകയാണോ വേണ്ടുന്നത്? ഒരു മണി പൊട്ടാൻ അനുവദിച്ച് അനന്ത സാധ്യതകളുള്ളവരായി തീരുന്ന ഒരു ഹാർവസ്റ്റ്, ഒരു വലിയ കൊയ്ത്തല്ലേ പ്രധാനമായിട്ടുള്ളത്? നമുക്കിതെന്താണ് മനസ്സിലാകാത്തത്? ഇതാണ് ദൈവരാജ്യത്തിൻ്റെ ഒരു പാരഡോക്സ്, ഒരു വൈരുദ്ധ്യം എന്ന് പറയുന്നത്. നമ്മൾ നോക്കിക്കേ, ഒരു മണി, ഒരു ഗോതമ്പിൻ്റെ മണി നിലത്ത് വീണ് അഴിയാൻ അനുവദിച്ചാൽ അത് അനന്തതയായിട്ട് മാറുകയാണ്. ഒരു ഗോതമ്പ് മണി അത് പത്തായത്തിൽ കിടക്കുകയോ പുഴുങ്ങിക്കുത്തി ഭക്ഷിക്കുകയോ ചെയ്താൽ ഒന്നായിട്ട് അവസാനിക്കുകയാണ്. അതുകൊണ്ട് കുർബാന എന്ന് പറയുന്നത് ഒരു മണിയിൽ നിന്ന് ഒരു വലിയ ഹാർവസ്റ്റ് ഉണ്ടാക്കുന്നതിന് പേരാണ്. അതിന് സാധിക്കേണ്ടത് നമ്മളെ തന്നെ നമ്മുടെ തോട് പൊട്ടിക്കാൻ അനുവദിക്കുക എന്നുള്ളതാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും, കോഴി എന്ന ഒരു ജീവിയുണ്ട്. കോഴിമുട്ട നമ്മൾ അടവെക്കും. ഈ മുട്ടയുടെ തോട് പൊട്ടാതെ ഒരു ജീവൻ അതിനകത്തുനിന്ന് വെളി വരികയില്ല. അവനവനെ സൂക്ഷിച്ചാൽ ഒരിക്കലും ജീവൻ വെളിയിൽ വരികയില്ല എന്ന് മാത്രമല്ല, അതിൻ്റെ ഉള്ളിൽ പുഴുത്തഴുകുക മാത്രമേ ഉള്ളൂ, അത് ചീമൊട്ടയായി പോവുകയുള്ളൂ. അതുകൊണ്ട് ഒരു ജീവൻ പുറത്തു വരണമോ, നിശ്ചയമായിട്ടും നമ്മുടെ പുറന്തോട് പൊട്ടി വെളിയിൽ വന്നേ സാധിക്കുകയുള്ളൂ. നമ്മൾക്കാർക്കും നമ്മുടെ പുറന്തോട് പൊട്ടിക്കാൻ ധൈര്യമില്ല. അവിടെ ഇരിക്കുന്ന സാറന്മാർ ഇങ്ങോട്ട് നോക്കണം. പുറന്തോട് പൊട്ടിച്ച് ഉള്ളിലെ ജീവനിലെ പുറത്തു കൊണ്ടുവന്നാൽ നിത്യമായ ഇൻഫിനിറ്റ് ആകാൻ സാധ്യതയുള്ള നമ്മൾ ഈ തോട് പൊട്ടിക്കാതെ അതിനുള്ളിൽ അഴുകിയ നമ്മൾ അവസാനിക്കണമോ? അതുകൊണ്ട് അഴുകി അവസാനിക്കണമോ, പൊട്ടി വലിയ ഹാർവസ്റ്റായിട്ട് തീരണമോ? ഇതാണ് ക്രിസ്ത്യ ജീവിതത്തിൽ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. ഇതാ ഞാൻ പറയുമ്പോൾ ഇതൊന്നും വലിയ കാര്യമില്ലയോ, അങ്ങനെ ജീവിച്ച ഒരാളിനെക്കുറിച്ച് പറഞ്ഞാണ് ഞാൻ ഇന്ന് അവസാനിപ്പിക്കുന്നത്. ഓസ്കാർ റൊമീറോ എന്ന് പറയുന്ന എൽസാവഡോറിലെ വളരെ പരിശുദ്ധനായിട്ടുള്ള ആർച്ച് ബിഷപ്പായിരുന്നു അദ്ദേഹം. 1960-70 കാലങ്ങളിൽ അദ്ദേഹം സജീവമായി പ്രവർത്തിച്ച ആളാണ്. ആദ്യ നാളുകളിൽ അദ്ദേഹം സഭയുടെ ക്രമങ്ങൾ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ടുള്ള ഒരു റിച്വലിസ്റ്റിക് അപ്രോച്ചും ആറ്റിറ്റ്യൂഡുമായിരുന്നു എന്ന് ചരിത്രം പറയുന്നുണ്ട്. എന്നാൽ അദ്ദേഹത്തിൻ്റെ അടുത്ത സ്നേഹിതനായ അച്ഛൻ റൂട്ടിലിയോ ഗ്രാൻഡെ, അദ്ദേഹം നീതിക്ക് വേണ്ടി പ്രവർത്തിച്ചതുകൊണ്ട് സാൽവഡോറിലെ പട്ടാള ഗവൺമെൻറ് അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു. ആ മരണമാണ് ഈ ബിഷപ്പിനെ, ഓസ്കാർ റൊമീറോയെ
നീതിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാനായിട്ടും സാഹോദര്യത്തിനും സമത്വത്തിനും വേണ്ടി യത്നിക്കാനായിട്ടും പാവങ്ങളുടെ പക്ഷം ചേരാനായിട്ടും അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. അങ്ങനെ അദ്ദേഹം പ്രവർത്തിച്ചു. അദ്ദേഹം റേഡിയോയിലൂടെ പ്രസംഗിച്ചു. അദ്ദേഹത്തിൻ്റെ അവസരങ്ങൾ കിട്ടുമ്പോഴെല്ലാം ഈ വിഷയത്തെക്കുറിച്ച് ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ പട്ടാള ഗവൺമെൻറ് അദ്ദേഹത്തിന് വർഷിപ്പിനുള്ള അനുവാദമുണ്ട്. എന്നാൽ ഗവൺമെൻറ്റിനെതിരെയോ അനീതിക്കെതിരെയോ സംസാരിക്കുവാൻ അദ്ദേഹത്തിന് അവസരം നൽകിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ജനങ്ങൾ പ്രാർത്ഥനയ്ക്കായിട്ട് വരികയാണ്. ജനങ്ങൾ വരുമ്പോൾ അദ്ദേഹത്തിനെ ആരാധിക്കാൻ വേണ്ട രീതിയിലുള്ള സ്വാതന്ത്ര്യമില്ലാത്ത സാഹചര്യം എത്തി. പട്ടാളക്കാരുടെ നിരീക്ഷണത്തിലായി അദ്ദേഹം. അങ്ങനെ 1980 മാർച്ച് മാസം 24 ഈ ആർച്ച് ബിഷപ്പ് കുർബാന ചൊല്ലി അവസാന സമയമായപ്പോൾ കാസാ പീലാസുകൾ എടുത്തുകൊണ്ട് പടിഞ്ഞാറോട്ട് തിരിഞ്ഞപ്പോൾ പട്ടാളത്തിൻ്റെ വെടിയുണ്ടയേറ്റ് അദ്ദേഹം അൾത്താരയിൽ മരണപ്പെട്ട് അൾത്താരയിൽ വീണു. തൻ്റെ രക്തം ആ അൾത്താരയിൽ കലർന്നു. അന്ന് അദ്ദേഹം ഉപയോഗിച്ച ഈ കാസാ പീലാസായിലെ വീഞ്ഞിൽ തൻ്റെ രക്തം കൂടെ ചേർന്നു. അദ്ദേഹം ഒരു കുർബാനയായി അവിടെ അവസാനിക്കുകയാണ്. പക്ഷേ അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ്, നാളുകൾക്ക് മുമ്പ് പ്രസംഗിച്ചിരുന്നു, ഞാൻ മരണപ്പെട്ടാൽ എൽ സാവഡോറിലെ ജനങ്ങളുടെ വിശ്വാസ ജനങ്ങളിലൂടെ ഞാൻ ജീവിക്കും. അദ്ദേഹം പറഞ്ഞു, ഒരു മണിയാണ്, ഒരു ഗോതമ്പ് മണിയാണ് അദ്ദേഹം തൻ്റെ പുറന്തോട് പൊട്ടാൻ അനുവദിച്ച് അൾത്താരയിൽ തന്നെ തൻ്റെ ജീവിതം ഒരു യാഗമായി സമർപ്പിച്ച് ഒരു കുർബാനയായി മാറിയപ്പോൾ ഒരു ജനതയുടെ വലിയ ആവേശമായി, വലിയ കൊയ്ത്തായി തീർന്നു. അനേക മണികൾ ഒരുമിച്ച് ചേരുന്ന കൊയ്ത്തിൻ്റെ ആൾരൂപമായി ഇന്ന് നമ്മൾ ഇവിടെ നിന്നും 1980 മരണപ്പെട്ട അദ്ദേഹത്തെ ഏതാണ്ട് 45 വർഷം കഴിഞ്ഞപ്പോൾ നമ്മൾ കൊട്ടാരക്കരയിൽ നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത, നമ്മൾ കേട്ടിട്ട് മാത്രമുള്ളൂ, നമ്മൾ ചരിത്രം വായിച്ചിട്ടുള്ള ഓസ്കാർ റൊമീറോയുടെ ജീവിതം ഓർക്കുമ്പോൾ ഒരു വിത്തിൽ നിന്ന് ഒരു കൊയ്ത്താണ്. സ്നേഹിതരെ, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും സാധിക്കും. പ്രത്യേകിച്ച് ഞാൻ ബഹുമാനപ്പെട്ട അച്ഛന്മാരുടെ ശ്രദ്ധ വീണ്ടും ക്ഷണിക്കുകയാണ്. ഓരോ വിശുദ്ധ കുർബാനയിലും ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണ് എന്ന് ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്. ഇത് യേശുവിൻ്റെ ശരീരമാണ്, ഇത് യേശുവിൻ്റെ രക്തമാണ്, ഇത് യേശുവിന് വേണ്ടി നമ്മൾ സാങ്ക്ടിഫൈ ചെയ്യുന്നു അല്ലല്ലോ പറയുന്നത്. നമ്മളെല്ലാവരും പറയുന്നത്, ഓരോ കാർമ്മികരും പറയുന്നത്, ദിസ് ഈസ് മൈ ബോഡി ബ്രോക്കൺ ഫോർ യു ആൻഡ് ദിസ് ഈസ് മൈ ബ്ലഡ് ഷെഡ് ഫോർ യു. അങ്ങനെ ഈ ഒരു വിത്തിൽ നിന്ന് ഒരു വലിയ കൊയ്ത്ത് സംഭവിക്കേണ്ട നമ്മൾ പലപ്പോഴും ആ കൊയ്ത്തിന് തയ്യാറല്ലാതെ ഈ നെൽമണിയോ ഗോതമ്പ് മണിയോ പൊട്ടാതെ അതിൻ്റെ ഉള്ളിലിരുന്ന് അഴുകി നമ്മുടെ ആയുസ് നഷ്ടമാകുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വലിയ വെല്ലുവിളി കുർബാനയുടെ എന്താണ്? കുർബാന സ്വീകരിച്ച് കുർബാനയാകുക. നമുക്ക് സന്തോഷമുള്ള ഒരു കാര്യം, കഴിഞ്ഞ ഏതാണ്ട് ഒരു വർഷമായിട്ട് നമ്മുടെ എല്ലാ വീടുകളിലും പ്രാർത്ഥിക്കാനും, പ്രത്യേകിച്ച് അച്ഛന്മാരും ബിഷപ്പും ഉൾപ്പെടെ എല്ലാവരും പ്രാർത്ഥിക്കാൻ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ടുന്ന 3 കാര്യങ്ങളിൽ ഒന്നാമത്തത്, ദൈവമേ നീ എന്നെ കുർബാനയാകാൻ അനുവദിക്കണമേ. ആ കുർബാന നമുക്കറിയാം, നമ്മൾ ഒരു മണി ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ, ചോറ് കഴിക്കുമ്പോൾ എത്രയോ അരിമണികളുടെ ജീവനാണ് നമ്മൾ സ്വീകരിക്കുന്നത്. എന്നാൽ ആ അരിമണികൾ നഷ്ടമാകുന്നില്ലല്ലോ, അത് മറ്റൊരു രൂപത്തിലേക്ക് മാറുന്നു എന്ന് മാത്രം. ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും, സംസാരിക്കുന്ന ഞാനും ഇരിക്കുന്ന നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ വലിയ ഹാർവസ്റ്റ് ആകാമെന്നുള്ളത് നമ്മുടെ തോട് പൊട്ടുന്നതിലൂടെ നമ്മൾ ഇല്ലാതാകുമെന്നുള്ള വെറും തെറ്റിദ്ധാരണ കൊണ്ട് മാത്രമാണ് സാധിക്കുന്നത്. സത്യത്തിൽ പൊട്ടുമ്പോഴാണ് കോഴിക്കുഞ്ഞ് വെളിയിൽ വരുന്നത്. ഒരു കോഴിക്കുഞ്ഞ് വെളിയിൽ വന്നാൽ പിന്നെ അതും നിശ്ചയമായിട്ടും ഇൻഫിനിറ്റായിട്ട് മാറുകയാണ്. അതാണ് നിത്യത. ഈ നിത്യതയെ ഈ ലോകത്തിൽ സത്യമാണെന്ന് കാണിക്കുവാൻ സഭയെയും ഇടവകളെയും ലോകത്തിലാക്കിയിരിക്കുന്നു. ഇത് കാണുമ്പോഴാണ് ഈ പൊതുസമൂഹം നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടെന്നും നമ്മൾ കാണിക്കുന്നത് വൃഥാ റിച്വൽസ് അല്ലെന്നും ഇത് ഈ ലോകത്തിൻ്റെ പ്രതീക്ഷയുടെ കേന്ദ്രങ്ങളാണെന്നും അറിയുന്നത്. ഇന്നലെ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചത് ആവർത്തിച്ച് ഞാൻ അവസാനിപ്പിക്കട്ടെ. 100 വർഷം, 50 വർഷം, 150 വർഷം പാരമ്പര്യമുള്ള ഇടവകൾ
ഈ 2-3 ഞായറാഴ്ചകൾ ഇവിടെ എന്ന് പറയുന്നതിനോടായിട്ട് ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. അതായത് 50 കൊല്ലം ഈ ദേശത്ത് ഈ ഒരു ഇടവക ദൈവരാജ്യത്തിൻ്റെ പതിപ്പായി, നീതിയുടെ സെൻ്ററായി, സാഹോദര്യത്തിൻ്റെയും കരുണയുടെയും ഓൾട്ടർനേറ്റ് ലൈഫിൻ്റെയും ഒക്കെ ആളുകളായി ഇവിടെ നമ്മൾ ജീവിക്കുന്നു എന്ന് നമ്മൾ ധരിക്കുമ്പോൾ, നമ്മുടെ അയൽവക്കങ്ങളിലുള്ള ഒറ്റയാൾ പോലും നമ്മുടെ പള്ളിയിൽ എന്താണ് സംഭവിക്കുന്നതെന്നറിയാൻ വരികയോ ക്രിസ്ത്യാനിയാകാനല്ല. ദേ ആർ ഡിഫറെൻറ്റ് ആൻഡ് വി വാണ്ട് ടു സീ ദാറ്റ് ഡിഫറൻസ്. അതിന് വാട്ട് ഈസ് ദ മോട്ടിവേറ്റിംഗ് ഫാക്ടർ ബിഹൈൻഡ് ദിസ്? അവർ ദൈവത്തെ കണ്ടെത്തും. ഒരിടവകളിൽ പോലും കല്യാണം സംബന്ധിച്ച് വല്ല കുട്ടികൾ ചേരുന്നതല്ലാതെ നമ്മുടെ ദൈവരാജ്യത്തിൻ്റെ മൂല്യം കണ്ട് ഒരൊറ്റയാൾ പോലും വരുന്നില്ല എങ്കിൽ അപകടകരമായ ഒരു സ്ഥിതിയല്ലേ ഇത്? നമ്മൾ ആരോടാണ് പറയേണ്ടത്? അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് ഞാൻ കുറ്റപ്പെടുത്തലായി പറയുന്നു എന്ന് മാത്രമല്ല, നിങ്ങളാണ് ഇവിടെ നിന്ന് സംസാരിക്കുന്നെങ്കിലും ഇതാണ് നിങ്ങൾക്ക് പറയാനുള്ളത്. ഇത് മാത്രമേ ഒരു ക്രൈസ്തവന് പറയാനുള്ളൂ. ഇതിന് വളരെ നമ്മൾ ഇമോഷണലായി നമ്മുടെ ആത്മീയതയെ കൂട്ടിമാട്ടേണ്ടുന്ന കാര്യമൊന്നുമില്ല. ബി എ ട്രൂ ഹ്യൂമൻ ബീയിങ്, ഒരു നല്ല മനുഷ്യനാകുക, ഒരു നല്ല കുർബാനയായി തീരുക, ഇത് നമുക്ക് സാധിക്കേണ്ടുന്ന കാര്യമാണ്. ആ രീതിയിൽ ഈ വർഷത്തെ നമ്മുടെ കൺവെൻഷനുകളുടെ എല്ലാ പ്രസംഗങ്ങളും നമ്മളെ കൂടുതൽ ഈ ഒരു ദർശനത്തിലേക്ക് വളരെ ഫോക്കസ്ഡായിട്ട് കൊണ്ടുവരുന്നതിനിടയാകട്ടെ. അടുത്ത 2-3 വർഷം, ഇതൊന്നും ഒരു ദിവസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ സാധിച്ചില്ലെങ്കിലും ഇന്നലെ നിങ്ങൾ എന്നോട് സമ്മതിച്ചതാണ്. ഇന്നലെ ഉള്ളവരാണോ എല്ലാം ഇരിക്കുന്നതെന്ന് എനിക്കിപ്പോൾ പറയാൻ ഒക്കെ ഇല്ല. ഒന്നാമതിരിക്കുന്നയാൾ ഇന്നലെ ഉണ്ടായിരുന്നു ഇവിടെ ഇരിക്കുന്നത്. ഇന്നലെ നിങ്ങൾ ഉൾപ്പെടെ എല്ലാവരും എന്നോട് സമ്മതിച്ചതാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇടവകളെ ദൈവരാജ്യത്തിൻ്റെ പതിപ്പാക്കി മാറ്റണം എന്ന്. പറഞ്ഞായിരുന്നോ ഇല്ലയോ? കേൾക്കാമോ പറയുന്നേ? പറഞ്ഞായിരുന്നോ ഇല്ലയോ? പറയണം. ഇതല്ലാതെ പിന്നെ എന്നാ പറയാനുള്ളത് നമുക്ക്? ഒരു ക്രിസ്ത്യാനിക്ക് അവൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് ക്രിസ്താനുകരണമാണ്. യേശു ക്രിസ്തുവിനെ പോലെ ജീവിക്കുക. അതാണ് മൂന്നാമത് നമ്മൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ചത്. അതെന്താണ് നമ്മുടെ മൂന്നാമത്തെ പ്രാർത്ഥന? കർത്താവേ, നിൻ്റെ പകരക്കാരനായി എന്നെ നീ തീർക്കണമേ. അങ്ങനെ പറഞ്ഞില്ലേ ഇന്നലെ? പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് ഒരു വളരെ ആലോചിച്ച് തീരുമാനിച്ച് വളരെ ഫോക്കസ്ഡായിട്ട് നമുക്ക് പ്രവർത്തിക്കേണ്ടത് ആവശ്യമായിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ വെറും ഒരു ക്രൗഡായിട്ട് ഇവിടെ തീരും. എന്നെ കേൾക്കുന്ന ദൈവജനമേ, നമ്മൾ വ്യത്യസ്തരാണ്, നമ്മൾ വിളിച്ചു വേർതിരിക്കപ്പെട്ടവരാണ്, നമ്മളൊരു അത്ഭുത സമൂഹമാണ്. ഈ ലോകത്തിൽ അത്ഭുതം എന്ന് പറയുന്നത് ഇല്ലാത്തതുകൊണ്ട് ചപ്പടി വിദ്യയല്ല. ഏറ്റവും വലിയ അത്ഭുതം എന്താണ്? മനുഷ്യൻ മനുഷ്യനാകുന്നതാണ്. അതിന് സഹായകരമായി തീരട്ടെ. അഴിയാത്തത് അഴുകിപ്പോവുകയുള്ളൂ, അഴിയുന്നത് പെരുകും, അതൊരു കൊയ്ത്തായി മാറും. ഒരു വിത്തിൽ നിന്ന് നമുക്ക് ഒരു വലിയ ഹാർവസ്റ്റ്, ഒരു വലിയ കൊയ്ത്തുണ്ടാകട്ടെ. ആ വലിയ കൊയ്ത്തിൻ്റെ സാധ്യതകൾ നമുക്ക് മുമ്പിലുണ്ടായിരിക്കെ അങ്ങനെ ഒരു കൊയ്ത്താകാതെ വെറും അരിമണിയോ നെൽമണിയോ ആയിട്ട് അവസാനിക്കുന്ന വലിയ ദുര്യോഗത്തിൽ നിന്ന് ഒരായുസിൻ്റെ അവസാനം തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാം നഷ്ടമായി പോയല്ലോ എന്ന് തോന്നുന്ന നിരാശയുടെ വഴിയല്ല, ഒരു വലിയ ഹാർവസ്റ്റായിട്ട് പ്രത്യാശയുടെയും ഉയർപ്പിൻ്റെയും വലിയ ദർശനത്തോടുകൂടെ നമുക്ക് ഉല്ലാസത്തോടും സന്തോഷത്തോടും കൂടെ മടങ്ങിപ്പോകേണ്ടതായിട്ടുണ്ട്. ഇതിന് ദൈവം നമ്മളെ സഹായിക്കുമെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു ചോദ്യമില്ല. ദൈവം അങ്ങ് സഹായിച്ചിട്ട് ഇരിക്കുകയാണ്. നമ്മളെന്താ ചോദിക്കാത്തത് എന്ന് മാത്രമേ ദൈവത്തിനുള്ളൂ. അങ്ങനെ ആ രീതിയിൽ അനുഗ്രഹീതമായ ഒരു സമൂഹമായി, ഒരത്ഭുത സമൂഹമായി, ഒരനന്ത സാധ്യതയായി, വെറും അഴുകിപ്പോകാനല്ല, മറിച്ച് അഴിഞ്ഞ് അഴകുള്ളവരായി കൊയ്ത്തിൻ്റെ ഉത്സവത്തിലേക്ക് നമുക്ക് മടങ്ങാം. ദൈവമേ, അതിന് നമ്മളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം.